സഹോദരങ്ങളെ, ഇവിടെ സുന്നി ജനകോടികളെ കുറിച്ച് ഒരു വലിയ തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ മുശ്രിക്കുകളാണ് എന്ന് നമ്മുടെ ഈ പുളിക്കൽ പ്രദേശം പോലുള്ള ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളിലെ സാധാരണക്കാരായ നിഷ്കളങ്കരായ മനുഷ്യർ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. സാധാരണക്കാരായ സുഹൃത്തുക്കളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മദ്രസയിൽ നിന്നും അവരുടെ പള്ളികളിൽ നിന്നും കേട്ട് പഠിച്ചത് ഇതൊക്കെ ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ്, മുശ്രിക്കുകളാണ് എന്നാണ്. അതിൻ്റെ ഒരു കാരണം, അവരടിസ്ഥാനപരമായി ഈ മുസ്ലിം സമൂഹത്തിനിടയിൽ 101 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ഒരു പ്രചരണമുണ്ട്. മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന ഒരു ചിന്ത. നമ്മൾ തൊട്ടടുത്താണ് ഖുത്തുബുസ്സമാൻ അസയ്യിദുൽ അലവിൽ മംബറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമ്മളൊരു വലിയ പ്രശ്നം വന്നാൽ അദ്ദേഹത്തിന്റെ മക്കാമിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മശായിഖുമാരുടെ മക്കാമിൽ നമ്മൾ പോകും. അവിടെ വെച്ചൊരു ഫാത്തിഹയും യാസീനൊക്കെ ഓതി അദ്ദേഹത്തിന് ഹദിയ ചെയ്തിട്ട് അവിടെ വെച്ച് അവരെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യും. നമുക്ക് ആ ദുആക്ക് ഇജാബത്ത് കിട്ടാറുണ്ട്. അവിടെ ഒരു ഇടപെടൽ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം. അത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല, ലോകത്താകമാനം. ഇന്ന് ലോക മുസ്ലിം ചരിത്രം, മക്കാമുകളുടെ ചരിത്രം, മഹാത്മാക്കളുടെ മസാറുകളുടെ ചരിത്രം പരിശോധിക്കാൻ നമ്മളവിടെ പോകുന്നു വേണ്ടല്ലോ. ജസ്റ്റ് ജമിനിയോട് ചോദിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ കൃത്യമായി മറുപടി നമുക്ക് പറഞ്ഞു തരും. അവിടെ മക്കാമിൽ ഇന്നയാളുണ്ട്, അവിടെ പുരാതന കാലം മുതൽക്ക് തന്നെ, സലഫ് സ്വാലിഹ്യങ്ങളുടെ കാലം മുതൽക്ക് തന്നെ അവിടെ ആളുകൾ സിയാറത്തിന് വരുന്നുണ്ട്. അവിടെ ഇന്ന ദ്വാ മുജറബും, അവിടെ വെച്ച് ദ്വാ ചെയ്താൽ ഇജാബത്ത് കിട്ടുമെന്ന് മുജറബാണ്, അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടതാണ്. ഇങ്ങനെ കൃത്യമായ ചരിത്രം പറഞ്ഞു തരും. ഗൂഗിൾ സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇത് യാഥാർത്ഥ്യമാണ്. ഈ മരിച്ചു പോയി കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം അസ്തമിച്ചു എന്നൊരു മിഥ്യാധാരണ ഈ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിനിടയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഒരു ഇടപെടൽ നടക്കൂല, അത് നശിച്ചു പോയി, അവർ ദ്രവിച്ചു പോയി. പിന്നെ അവർക്ക് ഭൗതിക ലോകമായ ഒരു ബന്ധമില്ല, അവർ അസ്തമിച്ചു പോയി എന്നൊരു തെറ്റായ ധാരണ പ്രചരിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനൊരു വിശ്വാസം ഉണ്ടാക്കി തീർത്തത്. സത്യത്തിൽ നമ്മൾ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഉപകാരം പ്രതീക്ഷിക്കുന്നുണ്ട്. ചരിത്രപരമായി അനവധി സംഭവങ്ങളും തെളിവുകളും അതിനായി നമുക്ക് ലഭ്യവുമാണ്. അതില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാകൂല. നമുക്ക് മശായിഖുമാരുണ്ടെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ആ മശായിഖുമാരുടെ മദത് നമുക്ക് കിട്ടും. മദത് എന്നതിന് പറയാം, സഹായം കിട്ടും. അത് സഹായം ചോദിക്കണമെന്നില്ല. ഇവിടെ എത്രയോ ആളുകൾ മശായിഖുമാരുമായി കണക്ഷനുള്ള ആളുകൾ ഉണ്ടാവും. അത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് സഹായം കിട്ടും. അത് പല നിലയിലുമാകാം. കിതാബ് പോലും വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഇൽത്തിബാസ് വന്നു, ഒരു ആശയക്കുഴപ്പം വന്നു. ഇവിടെ എങ്ങനെയാണ് അത് വിശദീകരിക്കേണ്ടത്? ഒരു ആശയക്കുഴപ്പം, ഒരു സംശയം, ഏത് പണ്ഡിതന്മാർക്കും സംശയം വരാം. അങ്ങനെ വന്നാൽ അന്നതിൻ്റെ ആൻസർ കിട്ടിയില്ല. അന്നത്തെ രാത്രിയിൽ സ്വപ്നത്തിൽ തൻ്റെ ഷെയ്ഖ് വന്ന് അവിടെ ഇങ്ങനെയാണ് വിശദീകരണം നൽകേണ്ടത് പറഞ്ഞു കൊടുത്ത അനുഭവമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്, നമ്മുടെ ഉസ്താദ്മാരുടെ കൂട്ടത്തിലുണ്ട്. മശായിഖുമാരുടെ ഇടപെടലുകൾ യാഥാർത്ഥ്യമാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ അത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ധാരാളം സംഭവങ്ങൾ. എല്ലാം മരിച്ചാൽ അസ്തമിച്ചു എന്ന ധാരണ ഏറ്റവും വലിയ തെറ്റാണ് എന്നതിൻ്റെ, ഈ മരിച്ചുപോയ ആളുകളൊക്കെ ഈ ഭൗതിക ലോകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും നമ്മളെക്കുറിച്ച് ആലോചിക്കുകയും ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മഹാത്മാക്കളാണെങ്കിൽ.